ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, പരിശുദ്ധ സഭ വലിയ നോമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു വരികയാണല്ലോ. അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുചേരുവാനും അവൻ്റെ മഹത്വകരമായ ഉത്ഥാനത്തിന് സാക്ഷികളാകുവാനും നാം ഒരുങ്ങുമ്പോൾ, അവൻ്റെ കഷ്ടാനുഭവ സമയത്ത്, അവൻ്റെ പീഡാനുഭവ സമയത്ത് നാം ധാരാളം പേരെ അവിടെ കാണുന്നുണ്ട്. അവൻ്റെ മാതാവും ശിഷ്യന്മാരും അവനെ സ്നേഹിക്കുന്നവരുൾപ്പെടെ അവൻ്റെ വേദനയിൽ പങ്കുചേരുന്നവർ ഒരു വശത്തും, മറുവശത്ത് അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചുകൊണ്ട് അവനെ കല്ലെറിയുവാനും അവനെ അടിക്കുവാനും അല്ലെങ്കിൽ അവനെ പരിഹസിക്കുവാനുമായി കൂടുന്ന മറുജനവുമുണ്ട്. എന്നാൽ ഒടുവിൽ കുരിശിൻ്റെ ചുവട്ടിൽ നാം കാണുന്നുണ്ട്, അല്ലെങ്കിൽ കുരിശെങ്കിൽ നമ്മൾ കാണുന്നത് 3 വ്യക്തിത്വങ്ങളാണ്. ക്രിസ്തുവിനോടൊപ്പം അപ്പുറയും ഇപ്പുറയുമായി 2 കള്ളന്മാരെ കൂടെ നാം കാണുന്നുണ്ട്. അതിൽ ഒരുവൻ, നാം വലതുഭാഗത്തെ കള്ളൻ എന്ന് വിളിക്കുന്ന രക്ഷിക്കപ്പെട്ട കള്ളൻ, നമ്മോട് പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. തൻ്റെ ജീവിതത്തിൽ മുഴുവൻ, ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും പാപം ചെയ്തൊരു വ്യക്തി തൻ്റെ തെറ്റിനനുസരിച്ച് താൻ ശിക്ഷ അനുഭവിക്കുമ്പോൾ, മറ്റേ കള്ളൻ ക്രിസ്തുവിനെ പരിഹസിക്കുമ്പോൾ, ഈ രക്ഷിക്കപ്പെട്ട കള്ളൻ ക്രിസ്തുവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 42-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന്. അതിന് ക്രിസ്തു നൽകുന്നൊരു മറുപടിയാണ്, നീ ഇന്ന് എന്നോടൊപ്പം, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടൊപ്പം പർദീസയിലിരിക്കും. ഉടൻ തന്നെ അവനെ രക്ഷിക്കുന്ന, അല്ലെ അവന് പാപമോചനം നൽകുന്ന, അവനെ സ്വർഗത്തിലേക്ക് അവന് പ്രവേശനം നൽകുന്ന ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നാം പലതിനു വേണ്ടി ഓടുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യൻ നമ്മെ ഓർക്കണമെന്ന് ആഗ്രഹിച്ച് ഓടുമ്പോൾ, ഈ വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഒരൊറ്റ വരി പ്രാർത്ഥന കൊണ്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണം. നിൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ, അല്ലെങ്കിൽ നിൻ്റെ ഓർമ്മയുടെ ഏതെങ്കിലും ഒരു ചെറിയ കോണിലെങ്കിലും എൻ്റെ പേരൊന്ന് ഓർക്കണമേ എന്ന് ഈ കള്ളൻ പറയുന്നുണ്ട്. ഇത് വെള്ളിയാഴ്ച ശ്ലീബാവന്ദന സമയത്ത് നാം പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു. ആ കള്ളൻ്റെ വിശ്വാസവും ദൈവസന്നിധിയിലുള്ള സമർപ്പണവും പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കും സാധിക്കണം. ഞങ്ങളെ ഓർക്കണമേ. ലോകം ഓർക്കുവാൻ വേണ്ടി നാം പലതും ചെയ്യുമ്പോൾ, ദൈവം നമ്മെ ഓർക്കുവാൻ, ദൈവത്തിൻ്റെ സ്മരണയിൽ നാം ഉണ്ടാകുവാൻ നമുക്ക് സാധ്യമാകണം. അതായിരിക്കണം നമ്മുടെ നോമ്പിൻ്റെയും നമ്മുടെ നോമ്പ് നമസ്കാരങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ ആകത്തുക. ദൈവമേ, ഞങ്ങളെ ഒന്ന് ഓർക്കണമേ എന്ന് പറയുക. ഇന്ന് ലോകത്തിന് വേണ്ടി നാം ഓടുമ്പോൾ, ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ കാലഘട്ടം കഴിഞ്ഞു പോകുമ്പോൾ പലപ്പോഴും നാം ലോകത്തിൽ നിന്ന് വിസ്മരിക്കപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഈ കള്ളൻ സ്മരിക്കപ്പെടുന്നത് ദൈവസന്നദ്ധിയിൽ, ദൈവത്തിൻ്റെ ഓർമ്മയിലാണുള്ളതുകൊണ്ട്, അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഒന്ന് രൂപാന്തരം പ്രാപിക്കുവാൻ, നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ദൈവത്തിൽ സമർപ്പിച്ച് അവൻ്റെ ഓർമ്മയിൽ നാം നിൽക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധ്യമാക്കുന്നതാകണം ഈ നോമ്പുകാലം. അതുകൊണ്ട് കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ കഷ്ടാനുഭവങ്ങൾ എനിക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടുകൂടെ എന്നെയും ഓർക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുവാൻ, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങളെ സമർപ്പിക്കുവാൻ ഒക്കെ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.